അത് മാത്രമല്ല, നമ്മൾ അവരെ കാണണമെന്ന് വിചാരിക്കുന്നത് പോലും തെറ്റാണെന്ന എന്റെ വിശ്വാസം. നിന്റെ അച്ഛന്റെ സ്ഥാനത്ത് ആരും ഇല്ലാതെ പോയതൊരു ഭാഗ്യദോഷമോ? നിന്റെ എല്ലാം ഞാൻ മാത്രമോ? ഒരു മിനിറ്റടാ. കവിൻ മനെ കുടിക്ക കുടിക്ക. എങ്ങനെയാണെങ്കിലും ക്ലാസ് എക്സാമിൽ ഫെയിൽ ആകാൻ പോവാ. അതിനെന്തിനാ ഇത്രയും വലിയ ബിൽഡപ്പ്? ഏയ് എന്താടാ പറഞ്ഞേ? ഒന്നും പറഞ്ഞില്ല. അല്ലല്ലോ, എന്തോ ഫെയിൽ ആവുന്ന കാര്യം പറഞ്ഞല്ലോ. ഫെയിലല്ല, മെയിൽ. അതായത് കമ്പനിയിൽ നിന്ന് മെയിൽ വരുമല്ലോ, അതെല്ലാം ഞാൻ നോക്കണമെന്ന് ഞാൻ എന്നെ സ്വയം റിമൈൻഡ് ചെയ്തതാ. ഓ അങ്ങനെയാണോ? കഴിക്കടാ. അച്ഛാ നിക്ക്, ഞാൻ പഠിച്ചോണ്ടിരിക്കുന്നില്ലേ. ഇപ്പൊ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച എന്റെ മൈൻഡ് പോവും. വെയിറ്റ് ഫോർ 2 minutes. കവിൻ കഴിക്ക്. എത്ര തന്നെ പഠിച്ചാലും അവിടെ ചെന്നാ നീ പഠിച്ചതെല്ലാം മറന്നുപോയില്ലേ? അല്ല, നീ എന്തിനങ്ങനെ റിസ്ക് എടുക്കുന്നേന്ന് ഞാൻ ചോദിച്ചതാ. അമ്മേ, എന്തിനാ അമ്മ അവനിങ്ങനെ കളിയാക്കുന്നേ? അവൻ കിടന്ന് കഷ്ടപ്പെടുന്ന കണ്ടില്ലേ? അവൻ എന്ത് പറഞ്ഞാലും അത് മറക്കുമെന്ന് പറഞ്ഞ് നട അവനെ ഡിസ്കറേജ് ചെയ്യാൻ പാടുണ്ടോ? അവൻ ടോപ്പ് മാർക്ക് വാങ്ങുന്നുള്ള വിശ്വാസം വേണം നമുക്ക്. അപ്പൊ അവൻ വാങ്ങും. കഴിക്കടാ. എങ്ങനെ വാങ്ങാനാ? ആ വിശ്വാസം കൊച്ചു സാർ ആദ്യമായിട്ട് സ്കൂളിൽ പോയില്ലേ, ആ ദിവസം തൊട്ട് നമുക്ക് അദ്ദേഹത്തിലുണ്ടല്ലോ. എന്നാ ഒരു ദിവസമെങ്കിലും ആ വിശ്വാസം കാത്തു സൂക്ഷിച്ചോ? നോ, നെവർ. ഇതുവരെ സംഭവിച്ചിട്ടില്ലല്ലോ. ഓരോ തവണയും എക്സാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം തലയും താഴ്ത്തി കുമ്പിട്ടല്ലേ വരുന്നത്. എന്താന്ന് ചോദിച്ചാ ഫെയിലായെന്നുള്ള ഉത്തരവല്ലേ കിട്ടാറ്. ഈ പ്രാവശ്യം അങ്ങനെ തന്നെ നടക്കാൻ പോകുന്നത്. അവന്റെ ഒരു വർത്തമാനം. മേഡം പറയുന്നതിൽ എന്താ തെറ്റുള്ളത്? ഗോവിന്ദ, അതിര് കിടന്ന നീ സംസാരിക്കുന്നത് കേട്ടോ. അയ്യോ, എന്റെ മോൻ എങ്ങനെ തമാശക്ക് പലതും പറഞ്ഞിരിക്കും. ചിലപ്പോ അവന് കുരുത്തക്കേടും ഉണ്ടാവും. അതെല്ലാം ഓക്കെ. എന്നെ കഴിവില്ലാത്തവനാന്ന് പറഞ്ഞ് കളിയാക്കി സംസാരിച്ചാ ഞാൻ ചുമ്മാ ഇരിക്കില്ല. സോറി സാർ. കഴിക്കുമോനെ. വിക്രം ഓട്ടടാ. അവനെന്തോ ഇവരില്ലാതെ പറഞ്ഞതാ. നിനക്കൊന്നും മിണ്ടാതിരുന്നൂടെ? അച്ഛാ, എന്റെ മോനെ ആര് കളിയാക്കല്ലേ എനിക്ക് ദേഷ്യം വരും. ഈ ടെസ്റ്റ് പോട്ടെ, അവൻ എന്തെങ്കിലും ഒരു ദിവസം ടോപ്പ് മാർക്കും വാങ്ങി വന്ന് ഇവിടെ നിൽക്കും. അത് ഉറപ്പാ എനിക്ക്. ഇദ്ദേഹത്തിന് വൻ പരീക്ഷ തോക്കുന്നുള്ള വിശ്വാസം ഉണ്ട്. അതാ എന്നെങ്കിലും ഒരു ദിവസം എന്ന് പറഞ്ഞത്. ഞാൻ പറഞ്ഞാൽ അപ്പ ദേഷ്യപ്പെടും. ശരിടാ, ദേഷ്യപ്പെടണ്ട. അവന് ഭക്ഷണം കൊടുത്തിട്ട് വേഗം സ്കൂളിൽ കൊണ്ടുപോയി വിട്. സമയം പോകുന്ന കണ്ടില്ലേ? അച്ഛാ, ഫുള്ള് ഞാൻ പഠിച്ചു കഴിഞ്ഞു. ഞാൻ പോയി ഷൂ ഇട്ടിട്ട് വരാം, എന്നിട്ട് പോവാം. ശരിടാ. എന്റെ ചക്കര കുട്ടി. ശരി വിക്രം, അതൊക്കെ പോട്ടെ. അടുത്ത മാസം 9-ാം തീയതി നല്ല മുഹൂർത്തമുള്ള നാളാ. അന്ന് നിന്റെയും പ്രീതിയുടെയും കല്യാണം നടത്താന്നാ ജോത്സ്യര് പറഞ്ഞിരിക്കുന്നേ. നിന്റെ അഭിപ്രായം എന്താ വിക്രം?